ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ CC എന്താണ്, ഈ കേസ് ക്രെഡിറ്റ്സ് എന്താണ്, അതിനെപ്പറ്റി ഒന്നും മനസ്സിലാവുന്നില്ല. 2CC എന്ന് പറയുന്നുണ്ട്, 4CC എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് CCകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ CC എന്താണെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ CC എന്ന ഇത് എന്താണെന്നുള്ള ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അതുപോലെ തന്നെ മുഴുവനായിട്ടും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് അപ്പോൾ CC എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ടേൺ ഓവർ അതുപോലെ തന്നെ ബോണസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് FLP യൂസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കറൻസി യൂണിറ്റ് ആണ് നമ്മുടെ CC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് CC എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഓരോ CCയെ പറ്റിയും അതിൻ്റെ റേറ്റ്സിനെ പറ്റിയും നമുക്ക് സംസാരിക്കാം. അപ്പോൾ പ്രിഫേർഡ് കസ്റ്റമർ റാങ്കിലാണെങ്കിൽ, അതായത് മീഡിയം ട്രാക്കാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ പ്രോഡക്ട്സിന് 5% ഡിസ്കൗണ്ട് കിട്ടിയിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു CC വരുന്നത് എത്രയാണ്? 0.301 CC ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 6000 അടുത്തൊക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ പർച്ചേസ് വരും, അതായത് മീഡിയം ട്രാക്ക് ആയിരിക്കുമ്പോൾ. നെക്സ്റ്റ് 2CCയെ പറ്റി സംസാരിക്കാം. 2CC എന്ന് പറയുമ്പോൾ നമുക്ക് 2CC ലെവൽ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലേക്ക് വരാം, ഗ്ലോബലി വർക്ക് ചെയ്യാൻ സാധിക്കും. മുൻപുള്ള വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 30% ആണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് റേറ്റ് വരുന്നത് ഒരു 30,000 അടുത്താണ് വരിക. ഈ 2CC പർച്ചേസ് വരുന്നത് ഒരു 30,000, 20 to 30,000 ആണ് വരുന്നത്. അപ്പം ഇത് നമുക്ക് 2 കോൺസിക്യൂട്ടീവ് മന്തിലായിട്ട് ചെയ്യാം, അതായത് 2 മാസത്തിലായിട്ട് 1CC അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലേക്ക് എത്താവുന്നതാണ്. അപ്പം അത് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 2CC അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്യാൻ സാധിക്കുന്ന മീഡിയം ട്രാക്ക് അഥവാ 0.301 CC, അതായത് 5000 to 6000 വരെ വരുന്ന ആ ഒരു പർച്ചേസ്. അപ്പം ഇനി അടുത്തത് നമ്മൾ സൂപ്പർവൈസർ റാങ്കിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യല്ല വേണ്ടത്, നമ്മൾ വിത്ത് ദ ടീം വർക്കിലൂടെ നമ്മൾ കൊണ്ടുവരേണ്ട CC 25 CC ആണ്. 25 CC നമ്മൾ അച്ചീവ് ചെയ്താലാണ് നമുക്ക് സൂപ്പർവൈസർ ലെവലിലേക്ക് എത്താൻ സാധിക്കുക. സൂപ്പർവൈസർ റാങ്കിലേക്ക് വരുന്ന സമയത്ത് ഈ 25 CC എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 ലക്ഷം രൂപേൻ്റെ അത് മേലെ വരുന്ന ഒരു CC ആണ് 25 CC എന്ന് പറയുമ്പോൾ. അതിൻ്റെ അപ്രോക്സിമേറ്റ് റേറ്റ് ഒരു 3 lakh പ്ലസ് വരും. അങ്ങനെയാണ് നമ്മളൊരു സൂപ്പർവൈസർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് അതിൽ അസിസ്റ്റന്റ് മാനേജർ ലെവലിലേക്കാണ്. അസിസ്റ്റന്റ് മാനേജർ ലെവൽ എന്ന് പറയുമ്പം 75 CC ആണ് നമ്മളെ ടീം വർക്കിലൂടെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതല്ല, പ്രത്യേകം പറയുകയാണ്, ഇത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതല്ല. നമ്മുടെ ടീം വർക്കിലൂടെ നമ്മുടെ റാങ്കിൽ 75 CC കൊണ്ടുവരേണ്ടതാണ് കേട്ടോ. 75 CC എന്ന് പറയുമ്പോൾ ഒരു 9 lakh പ്ലസ് ആയിരിക്കും നമ്മൾ അപ്രോക്സിമേറ്റ് റേറ്റ് വരുന്നത്. അസിസ്റ്റന്റ് മാനേജർ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജർ ലെവലാണ് വരുന്നത്. മാനേജർ ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ 120 CC ആണ് നമ്മുടെ ടീം വർക്കിലൂടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ 120 CC കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 15 lakh പ്ലസ് ആണ് വരുന്നത്. അപ്പം അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ടീം, അതായത് നല്ല സീരിയസ് ആയിട്ട് ഈ ഒരു വർക്കിനെ ആഗ്രഹിച്ചു വരുന്ന ഒരു വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നല്ലൊരു ബിൽഡിങ് പണിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നമ്മളെപ്പോഴും ക്വാണ്ടിറ്റി ഓഫ് പീപ്പിൾസിനെ നോക്കാണ്ട് ക്വാളിറ്റി ഓഫ് പീപ്പിൾസിനെ നോക്കുക. അപ്പോൾ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടിയാലും കുറച്ച് നമ്മളൊന്ന് പേഷ്യൻസ് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇതിനെ ആഗ്രഹിച്ച് വരുന്ന വ്യക്തികളാണെങ്കിൽ, ഇതിനെ അത്രയ്ക്ക് ആഗ്രഹിച്ച് ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി വരുന്ന വ്യക്തികളാണെങ്കിൽ മാത്രം അവർ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുക. അത് മനസ്സിലാക്കി വരുന്ന വ്യക്തികൾ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ അത്രയും മനസ്സിലാക്കി വരുന്ന വ്യക്തികളാണെങ്കിൽ മാത്രം നിങ്ങൾ അവരെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ക്ഷണിക്കുക. അല്ലെങ്കിൽ അവരെ വിട്ട് കളയുക. അവരെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കാൻ പോകരുത്, പിന്നെ അവരെന്തായാലും നെഗറ്റീവ് അടിച്ച് പോകും. ഇവിടെ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ്, പേഷ്യൻസ്, അതുപോലെ തന്നെ നല്ലൊരു ലേണിംഗ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളെയാണ് നമുക്ക് ആവശ്യം. അത്രയും ക്വാളിറ്റി ഉള്ള പീപ്പിൾസിനെയാണ് ആവശ്യം. അപ്പം നമ്മൾ ഇത്തിരി സമയം എടുത്താലും നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്കും ആ ടീമിനും ഒരുപോലെ ഗ്രോ ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഓൺ എന്ന നോട്ടിഫിക്കേഷനും ഓൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.